മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ കോടതിയിൽ പോകുന്നതിന് പകരം അന്വേഷണ ഏജൻസിക്ക് മറുപടി നൽകുകയാണ് വേണ്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കമ്പനികൾ തമ്മിലുള്ള കരാറെങ്കിൽ വാങ്ങിയവർക്കും കൊടുത്തവർക്കും മറുപടി വേണം. അത് ഉണ്ടാകാത്തതിലാണ് SFIO നോട്ടീസ് കൊടുത്തതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പാർട്ടി ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ ഏത് പാർട്ടി ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും മുരളീധരൻ ചോദിച്ചു. എനിക്ക് സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് വലിയ സഹതാപമുണ്ട്. കാരണം ഈ മനുഷ്യരാരും വിശ്വസിക്കാത്ത ഒരു വാദം, അങ്ങനെ ഒരു വാദം ക്യാപ്സ്യൂളായിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതുമായിട്ട് വീട് കയറി ഇറങ്ങാൻ വിധിക്കപ്പെടുന്ന കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സത്യത്തിൽ വലിയ സഹതാപം അർഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം ഇത് ആരോടും പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യമാണ്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് 1.25 കോടിയുടെ കൈക്കൂലി വാങ്ങിയതിനെ സംബന്ധിച്ച് ഈ വാർത്താ പത്രങ്ങളിൽ വന്നപ്പോൾ നിയമസഭയിൽ കുഴൽനാടൻ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണെന്നാണ്. പക്ഷെ അത് ബന്ധപ്പെട്ട വകുപ്പുകൾക്കാർക്കും ബോധ്യമായില്ല. കാരണം കമ്പനികൾ തമ്മിലുള്ള കരാറാണെങ്കിൽ എന്ത് സേവനം നൽകിയതിനാണ് ഈ പണം വാങ്ങിയത് എന്ന് സേവനം നൽകിയ കമ്പനിയും എന്ത് സേവനം കിട്ടിയതിനാണ് ഇത് കൊടുത്തത് എന്ന് കൊടുത്ത കമ്പനിയും പറയാൻ പറ്റണം. ഇവർക്ക് 2 പേർക്കും ഇത് പറയാൻ പറ്റിയിട്ടില്ല. ഇവർക്ക് 2 പേർക്കും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് SFIOയുടെ മുന്നിൽ ഈ അന്വേഷണം എത്തിയത്. SFIO നോട്ടീസ് കൊടുത്തു. SFIO ഈ കരിമണൽ കമ്പനിയിൽ പരിശോധന നടത്തി. SFIOൻ്റെ നോട്ടീസിന് മറുപടി നൽകുന്നതിന് പകരം കർണാടകത്തിലെ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ഈ നോട്ടീസ് റദ്ദാക്കാൻ വേണ്ടിയിട്ട്. കൈകൾ ശുദ്ധമാണെങ്കിൽ, എനിക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടെങ്കിൽ അത് മകളുടെ ഈ കൈക്കൂലി പ്രശ്നം അന്വേഷിക്കുന്ന ഏജൻസിക്ക് മറുപടിയായിട്ട് കൊടുത്താൽ മതി. അതെന്താ കൊടുക്കാത്തത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കാര്യത്തിൽ വേറൊരു വലിയ വൈരുദ്ധ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ, ആ മകളുടെ പ്രശ്നത്തിൽ പാർട്ടി നേതാക്കന്മാർ പോയി വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്നുള്ള ഒരു വ്യതിയാനം. ആ വ്യതിയാനത്തിന് കാരണം എന്താ? കാരണം ബിനീഷ് കോടിയേരിക്കെതിരായിട്ട് ഇതുപോലുള്ളൊരു ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ CPMകാരനല്ല, അല്ലെങ്കിൽ CPMൻ്റെ ഭാരവാഹിയല്ല. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെതിരായിട്ട് ആരോപണം വന്നാലേ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ പറയേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകള് പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ, സെൻട്രൽ കമ്മിറ്റി മെമ്പറാണോ, ഏരിയ കമ്മിറ്റി മെമ്പറാണോ, ഏത് ഘടകത്തിൽ അവർ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഈ കോടിയേരി ബാലകൃഷ്ണന് കൊടുക്കാത്ത ഒരു പരിഗണന, ആ പരിഗണന ഈ കാര്യത്തിൽ എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവലംബിക്കുന്നു എന്നുള്ളതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളോട് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി സന്നദ്ധരാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായി ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച സമീപനമല്ല CPMന് വീണ വിജയന്റെ കാര്യത്തിൽ. അന്ന് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കാൻ നടക്കുകയാണ്. BJPക്ക് ആരുമായും ഒത്തുതീർപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് വീണ വിജയന് നോട്ടീസ് ലഭിക്കുന്നതും ശിവശങ്കരൻ ജയിലിൽ കിടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സീതാറാം യെച്ചൂരിയും തമ്മിൽ ധാരണയുള്ളതുകൊണ്ട് VD സതീശൻ എത്ര വെള്ളം കോരിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.